അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യമേ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഈ സ്ഥാപനവും അതുപോലെ തന്നെ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന MTAR ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയും തമ്മിൽ എഗ്രിമെൻറ്റ് 15,000 കോടിക്കാണ് ഈ ഒരു എഗ്രിമെൻറ്റ്. ഇതൊരു പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് ധാരണയായിരിക്കുന്നത്. എന്തിൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഇൻഡജീനിയസ് ആയിട്ട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു എഗ്രിമെൻ്റാണ്. ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കും. അതിനാണ് ഈ 15,000 കോടി ബഡ്ജറ്റ് ഇട്ടുകൊണ്ട് രണ്ടുപേരും കൂടി ജോയിൻ്റ് ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. EW സിസ്റ്റംസ്, അതായത് EW സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വാർഫെയർ എന്നാണ് EW എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യ ഇൻഡജീനിയസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് വാർഫെയർ ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ റഡാറിനെയും അതേപോലെ മറ്റുള്ള ഓപ്പോണൻറ്റിൻ്റെ സർവൈലൻസിൻ്റെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ നിർവീര്യമാക്കുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ധാരശക്തി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ധാരശക്തി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം. 5,150 കോടിയാണ് ഈ ഒരു പ്രോജക്റ്റ്. ഇത് മാസ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പരീക്ഷണം നടത്തി വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൈനയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒരേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് സ്ട്രെങ്തനിങ് ഇന്ത്യാസ് മോഡേൺ വാർഫെയർ കേപ്പബിലിറ്റി, അതിന് മോഡേൺ വാർഫെയർ കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ആർമി BSF ബോർഡറിൽ ഈ വിൻ്റർ സീസൺ വരാൻ പോവാണല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ബോർഡറിൽ തുരുമ്പിച്ചിരിക്കുന്ന ആ ബോർഡർ ലൈനിലുള്ള LOCയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അതിനെ പരിശോധിച്ച് അതിന് ഡാമേജ് വർക്കും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുകയാണ്. അതുപോലെ ഇന്നലെ ഈജിപ്തിൽ ഷർമൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഗാസയുടെ പീസ് സബ്മിറ്റ് ട്രംപ് സംഘടിപ്പിച്ചത്. അപ്പോൾ ട്രംപ് മാത്രമാണ് അവിടെ. ട്രംപിൻ്റെ വലിയ ഫോട്ടോ, മിഡ് ഷോട്ട്, ലോങ് ഷോട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഓരോ രാജ്യത്തിൻ്റെയും നേതാക്കളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് രാജ്യത്തിൻ്റെ നേതാവ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും ഇന്ത്യ പോയില്ല. ഇന്ത്യ ഒരു ലോ റാങ്ക് ഉദ്യോഗസ്ഥനെയാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ഇന്ത്യക്കുള്ളിലെ ആൾക്ക് ലോ റാങ്ക് അല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഗ്ലോബൽ ഫോറത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ലോ റാങ്ക് ഉദ്യോഗസ്ഥനെയാണ് അയച്ചു വെച്ചത്. കാരണം അത്ര പ്രാധാന്യമേ ഉള്ളൂ. ആ രീതിയിലാണ് ഇന്ത്യ അതിനെ കരുതിയിരുന്നത്. ഇന്ത്യയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോറിൻ പോളിസിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു വെക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ആരായാലും ശരി തന്നെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ ഒരിക്കലും തഴഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ചില നടപടികൾ എടുത്തുകൊണ്ടോ മുന്നോട്ട് പോകാൻ കഴിയില്ല. വേണമെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് മാറി നിൽക്കാം, പക്ഷേ ഇന്ത്യയുടെ മുന്നോട്ട് പോകിനെ തടയാൻ കഴിയില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി പാകിസ്ഥാനും അമേരിക്കയും കൂടി ചേർന്നാൽ പോലും ഇത് നടക്കത്തില്ല. അത് പലപ്പോഴായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായ ഒരു ചേഞ്ച്. അതായത് കഴിഞ്ഞ ഒരു ലാസ്റ്റ് 10-15 വർഷങ്ങളായിട്ട് ഇന്ത്യ അമേരിക്ക ആ രീതിയിൽ നിന്നിരുന്ന ആ ഒരു ഫോർമുല ഇപ്പോൾ മാറിയിട്ട് ഇന്ത്യ ചൈന എന്ന് മാറിയിരിക്കുന്നു. പക്ഷേ ഇതിന് മുന്നേ പാകിസ്ഥാൻ ചൈന എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്ത്യ ചൈന റഷ്യ ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ്, ചൈന ഉയ്ഗൂർ മുസ്ലിംസിനെതിരെ പല നടപടികൾ എടുക്കുന്നുണ്ട്, അവരെ അടിച്ചമർത്തുന്നുണ്ട്. അവർ മുസ്ലിംസ് അല്ലേ, അവർക്ക് തുർക്കിയുമായിട്ടൊക്കെ ബന്ധമുണ്ട്, തുർക്കി അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതേ തുർക്കിയുമായിട്ട് പാകിസ്ഥാൻ നല്ല ബന്ധമുണ്ട്. പക്ഷേ അതേസമയം ചൈന ഈ മുസ്ലിംസിനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നിട്ടും പാകിസ്ഥാൻ ചൈനയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നത് എന്തുകൊണ്ട്? അപ്പോൾ അവിടെ പാകിസ്ഥാന്റെ ഡിപ്ലോമസി നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. പാകിസ്ഥാന്റെ ഡിപ്ലോമസി കുറച്ച് പേരെ ബലി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മേജറായിട്ട് നമുക്ക് എന്താണോ ഗുണം കിട്ടുന്നത് എന്നുള്ളതാണ് അവർ നോക്കുന്നത്. കാരണം അവരുടെ ഫണ്ടമെന്റലിസം അതാണ്. അപ്പം അതുകൊണ്ടാണ് ഇതേപോലെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുന്നത്. കാരണം അവരെ അവർ ബലിയാടാക്കുകയാണ്. കാരണം അവരെ ത്യജിച്ചുകൊണ്ട് സാക്രിഫൈസ് ചെയ്യാൻ അവർ തയ്യാറാണ്. സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകണം, സ്പ്രെഡ് ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചൈന നോക്കൂ, ചൈന ലെഫ്റ്റ് സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഫ്രീ പാലസ്തീൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് അവർ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇസ്രായേലിനെതിരെയാണ് ചൈന നിലപാടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു ഏരിയ നോക്കുമ്പോഴത്തേക്കും പാകിസ്ഥാന് ന്യായവാദം പറയാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ചൈന ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അവർ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ചൈനയുമായിട്ടുള്ള ബന്ധത്തിനെ ന്യായീകരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അപ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു കിടപ്പുവശം ഇങ്ങനെയാണ്. പക്ഷേ ഈ ഫോർമുല എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പം നിലവിൽ അമേരിക്കയോടൊപ്പം പാകിസ്ഥാൻ പഴയതുപോലെ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു സിറ്റുവേഷൻ, ആ ഒരു സ്റ്റേറ്റസ് കോയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അമേരിക്ക ഇപ്പം ഇന്ത്യയെ തള്ളാനും പറ്റുന്നില്ല, പാകിസ്ഥാനെ ഒരുപാട് അങ്ങോട്ട് അടുപ്പിക്കാനും പറ്റുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ അവർക്ക് വേണം താനും.
കാരണം ഇന്ത്യയുടേതായിട്ടുള്ള ചില പോളിസികളുണ്ട്. അപ്പോൾ അവിടെ അമേരിക്കയ്ക്ക് വളരെ ഫ്രീ ആയിട്ട് ഇന്ത്യക്കുള്ളിൽ കടന്നു വരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെൻട്രൽ ഏഷ്യ മേഖലയിലും ഈ ഇറാൻ ആ ഒരു ഏരിയ, അറബിക് ഓഷൻ ആ ഒരു ഏരിയയിൽ, ഇൻഡോ പസഫിക് മേഖലയിലേക്ക് ഒരു ഡോമിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏഷ്യൻ സൈഡിൽ പാകിസ്ഥാൻ ഒരു നല്ല ലൊക്കേഷനാണെന്ന് അമേരിക്ക കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ബാസിനി തുറമുഖം പോലത്തെ തുറമുഖങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത്. പക്ഷേ അവിടെ പാകിസ്ഥാന്റെ ഉള്ളിൽ അമേരിക്കയ്ക്ക് ഈ ഒരു തുറമുഖം കൊടുക്കരുത് എന്നുള്ള നിലയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കൻ നേവി അവിടെ വരാൻ പാടില്ല എന്നാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ പല പൊളിറ്റീഷ്യൻസിന്റെ അഭിപ്രായം. അപ്പം ട്രംപ് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഷഹബാസ് ഷെരീഫ് നേരെ തൊട്ട് പുറകെ നിൽക്കുകയാണ്. യു വോണ്ട് ടു സേ സംതിങ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നീ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മൈക്കിലൂടെ പറയാൻ വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അപ്പം പുള്ളിക്ക് എന്ത് കിളി പോയി, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഉടനെ ഇപ്പം എന്ത് സംസാരിക്കണം എന്നറിയാതെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ട്രംപിനെ പുകഴ്ത്തിയിട്ട് അങ്ങ് പോയി. പക്ഷേ ഈ പാകിസ്ഥാനിന് അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് താല്പര്യമുണ്ട്, അതായത് പാകിസ്ഥാൻ അബ്രഹാം അക്കോർഡിലേക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്നുള്ള വാചകമാണ് ട്രംപ് പാകിസ്ഥാനെ കൊണ്ട് അവിടെ പറയിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ ബുദ്ധിയില്ലാത്ത ഷഹബാസ് ഷെരീഫിന് അത് മനസ്സിലായില്ല എന്താണ് പറയേണ്ടതെന്നുള്ളത്. എന്തായാലും പുള്ളിക്കാരൻ അവിടെ നിന്ന് കുറച്ചു നേരം എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി, എന്തൊക്കെയോ പറഞ്ഞ് അവസാനം ഗോഡ് ബ്ലെസ് യു ട്രംപ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നൊബൽ സമ്മാനം നിങ്ങൾക്ക് തന്നെയാണ് കിട്ടേണ്ടത്, നിങ്ങളാണ് അർഹനായ കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അവിടെയുള്ള മറ്റുള്ളവർക്കൊക്കെ പല രീതിയിലും അവർക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു ഇയാളുടെ സംസാരം കേട്ടിട്ട്. ജോർജിയ മെലോണിയൊക്കെ വാപൊത്തിയിരിക്കുന്ന രംഗങ്ങളാണ് ട്രോളായിട്ട് കടന്നു ഓടുന്നത്. പിന്നീട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യ വളരെ വലിയൊരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, എൻ്റെ സുഹൃത്താണ് അവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷഹബാസ് ഷെരീഫിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ത്യയും നിങ്ങളും തമ്മിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുമല്ലേ ഷഹബാസ് ഷെരീഫ് എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോഴത്തേക്ക് ഷഹബാസ് ഷെരീഫ് അവിടെ നിന്ന് 32 പല്ലും കാണിച്ചങ്ങ് ചിരിക്കുകയാണ്. അല്ലാതെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ സൈലൻ്റ് ആയിട്ടങ്ങ് നിന്നാൽ മതി, നിങ്ങൾ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ ചിരിച്ചങ്ങ് കാണിക്കുകയാണ്. അതായത് അത് സാധ്യമാണോ, അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ, പാകിസ്ഥാൻ എന്താണ് വേണ്ടതെന്നുള്ളത് ആ രീതിയിൽ ട്രംപിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ ചിരി മാറിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ 15-17 ദിവസങ്ങളിലായിട്ട് ഇന്ത്യയുടെ ഒരു ഡെലിഗേഷൻ ടീം അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്. നിർത്തിവെച്ചിരുന്ന ആ ഒരു താരിഫിൻ്റെ സംസാരം വീണ്ടും ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് അമേരിക്ക വിളിച്ചിട്ടുണ്ട്. അതായത് അമേരിക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അത് 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്കും. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ താരിഫ് പരിഗണിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ അവരുടെ പണി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കണം, അതിനനുസരിച്ച് ചൈനയ്ക്ക് താരിഫ് കൊണ്ടുവരണം, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിച്ച് വീഴ്ത്തണം, ഏതൊക്കെ പ്രോഡക്റ്റുകൾ എവിടെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്റ്റോക്കൊക്കെ ആദ്യം ഇടിച്ച് താഴ്ത്തണം. അങ്ങനെ താഴ്ത്തണം എന്നുണ്ടെങ്കിൽ ആ പ്രത്യേക സ്റ്റോക്കിനെതിരെ താരിഫ് കൊണ്ടുവരുന്നൊക്കെ പറയണം. അപ്പം അങ്ങനത്തെ പല പണികൾ അവിടെ ഉണ്ട്. കാരണം കംപ്ലീറ്റ് കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ മാസത്തിൽ 1-2 ദിവസങ്ങൾ ഓപ്പർച്യൂണിറ്റി തരും. ആ സമയത്ത് പോയി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ടീം ഒക്ടോബർ 15, 16, 17 3 ദിവസത്തെ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും താരിഫ് നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അമേരിക്കയിലോട്ട്. കനേഡിയൻ ഫോറിൻ മിനിസ്റ്റർ അനിത ആനന്ദുമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് വളരെയധികം നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. പ്രൊഡക്റ്റീവായിട്ടുള്ള മീറ്റിംഗ് ആണ് ഇന്ത്യയിൽ നടന്നത്. അപ്പം കനേഡിയൻ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് എഫക്റ്റീവായിട്ടുള്ള ചർച്ച, അതായത് ജസ്റ്റിൻ ട്രൂഡോയുടെ ആ ഒരു ഇന്ത്യക്കെതിരെയുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെ തുടർന്ന് അയാൾ കൊടുക്കേണ്ടി വന്ന വില എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റിൻ ട്രൂഡോ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു പുതിയ കനേഡിയൻ നടിയുമായിട്ടാണ് ഇപ്പം പുതിയ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ എന്തായാലും അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ജസ്റ്റിൻ ട്രൂഡോയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ അതേ പാർട്ടി തന്നെയാണ് ഇപ്പം കാനഡയിൽ ഇപ്പോഴും നിലവിൽ അവിടെ ഭരിക്കുന്നത്. എന്തായാലും അവർക്ക് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യമുണ്ട്. പിന്നെ ജയശങ്കർ ചെയ്തൊരു വിഷയമുണ്ട്. ഈ ഒരു ചർച്ചയ്ക്കിടയിൽ ജയശങ്കറുടെ വലത്തെ സൈഡിൽ ഇരുത്തിയത് ഏത് കനേഡിയൻ എൻവോയ്, നമ്മുടെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഹൈക്കമ്മീഷണർക്കെതിരെയാണ് കാനഡ ആരോപണം ഉന്നയിച്ചത്. അതേ ഹൈക്കമ്മീഷണറെയാണ് വലത്തെ സൈഡിൽ ഇരുത്തിക്കൊണ്ട് കനേഡിയൻ ഡെലിഗേറ്റിനെ മീറ്റ് ചെയ്തത് ഇന്ത്യ. എന്നിട്ട് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ദ ഹൈക്കമ്മീഷണർ യു ക്ലെയിംഡ് ഹീ ഈസ് ദ വൺ, ഹീ ഈസ് അവർ കാനഡ ഹൈക്കമ്മീഷണർ എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. വളരെ പവർഫുൾ ആയിട്ടുള്ള മെസ്സേജാണ് കാനഡയ്ക്ക് കൊടുത്തത്. പക്ഷേ എന്തായാലും കാനഡ ഇപ്പം ഇച്ചിരി പത്തി താഴ്ത്തി വന്നിരിക്കുകയാണ്. അതിന് കാരണം അമേരിക്കൻ താരിഫ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു സൈഡിൽ പറയാം. കാരണം കാനഡ അമേരിക്കയോടൊപ്പം കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കും പല രാജ്യങ്ങളുമായിട്ട് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, അതേപോലെ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് കാനഡ. അതുപോലെ UN പീസ് കീപ്പിംഗ് മിഷൻ്റെ ചീഫായിട്ടുള്ള 32 ടീമിൻ്റെ ചീഫ് പൊസിഷനിലുള്ള ആൾക്കാരെല്ലാം തന്നെ ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു കോൺക്ലേവ് സബ്മിറ്റ്. കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറച്ച് പേര് ഇരുന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. ഏതെങ്കിലും കോളേജിൽ ഉള്ള മൾട്ടിപ്പിൾ കോളേജസിലുള്ള ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് വരുത്തി അവിടെ ഇരുത്തി കുറച്ച് ഡെലിഗേറ്റ്സ് ഒക്കെ വന്നിരുന്ന് ചോദ്യോത്തരം, അതാണ് കോൺക്ലേവ്. സെമിനാർ എന്നുള്ള നിലയിൽ 2-3 വിഷയങ്ങളിൽ അവിടെ വിദഗ്ധർ സംസാരിക്കും. അത് കഴിഞ്ഞാൽ ചോദ്യോത്തരവേള ഉണ്ടാവും. അതിൽ എഫക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ഈ വിഷയങ്ങളിലേക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഉന്നയിക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടി അവർ തരും. 32 ട്രൂപ്പിനെ നയിക്കുന്ന നേതാക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ക്യാപ്റ്റൻസി പൊസിഷനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇൻപുട്സ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഇൻപുട്സ് ആയിരിക്കും. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ കോൺക്ലേവ്സ് ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ UN പീസ് കീപ്പിംഗ് മിഷൻ ഇത്തവണ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇസ്രായേലിൻ്റെ റഫേൽ കമ്പനി ഓഫർ ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്ക് 6th ജെൻ്റെ എയർ ടു എയർ മിസൈൽ. എയർ ടു എയർ മാത്രമല്ല, എയർ ടു സർഫസും കൂടിയാണത്. സ്കൈ സ്റ്റിങ് എന്നാണ് വിളിക്കുന്നത് ഇതിനെ. ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ മുന്തിയ ഇനം ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വെപ്പൺ ഇന്ത്യക്ക് നൽകുകയാണ് ഇസ്രായേൽ. ഇതൊക്കെ ഇത്രത്തോളം ട്രസ്റ്റുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഇവർ ഈ രീതിയിലുള്ള 6th ജെൻ ആയുധങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുള്ളൂ. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ബന്ധത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു മിസൈൽ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർ മടങ്ങി. ശരിക്കും അവർക്കിപ്പോൾ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ എംബസി അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഡൽഹിയിലുള്ള അഫ്ഗാനിസ്ഥാൻ എംബസി. ഇപ്പോഴും അത് പഴയ അഫ്ഗാനിസ്ഥാൻ്റെ ആ ഒരു ഹമീദ് കർസായുടെ സമയത്തുണ്ടായിരുന്ന ആ ഒരു എംബസി തന്നെയാണ്. പഴയ അഫ്ഗാനിസ്ഥാൻ്റെ ഫ്ലാഗൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു പുതിയ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ആ വൈറ്റ് കളർ ഫ്ലാഗ്, താലിബാൻ്റെ ആ ഒരു ഫ്ലാഗ് ഉണ്ടല്ലോ, ആ ഫ്ലാഗ് ഇന്ത്യക്കുള്ളിൽ പറപ്പിച്ചുകൊണ്ട് ഒരു എംബസി അവർക്ക് വേണം. അപ്പോൾ അവർക്ക് ആ ഒരു എംബസി തിരിച്ചു കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലോട്ട് ഡയറക്റ്റായിട്ട് എംബസി ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കുള്ളിൽ വന്ന സമയത്ത് അവർ സ്ത്രീകളൊന്നും ഞങ്ങളുടെ മുന്നിൽ വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അവർ വെച്ചിരുന്നതായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ അംഗീകരിച്ചിരുന്നതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഫേക്കാണ്. അഫ്ഗാനിസ്ഥാൻ എവിടെയും ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ എംബസി എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി അവർ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവർ വന്നതും താമസിച്ചതും എല്ലാം തന്നെ അഫ്ഗാൻ എംബസിയിൽ തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ എംബസിക്കുള്ളിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ മാത്രമാണ് അവർ സ്ത്രീകളെ വിലക്കിയിരുന്നത്. അത് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നെ ഇന്ത്യക്കുള്ളിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ അഥവാ ഒരു രാജ്യം സ്ത്രീകളെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, അത് നിലപാട് വളരെ വ്യക്തമാണ്. രണ്ടാമത്, അഫ്ഗാനിസ്ഥാൻ എംബസിക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഇന്ത്യ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഒരു എംബസി എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് ഇരിക്കുന്ന വേറൊരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യക്കുള്ളിലിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുടെ എംബസി അഫ്ഗാനിസ്ഥാനിനുള്ളിൽ ഉണ്ടെങ്കിലും ഇതേ അവകാശമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പോകുന്ന ഒരു ഇന്ത്യക്കാരൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു, അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ പോകുന്ന സ്ഥലം ഇന്ത്യൻ എംബസിയാണ്. അവിടെ അഫ്ഗാൻ ഗവൺമെൻറ്റിന് ഒരു റോളുമില്ല ഇന്ത്യൻ എംബസിക്കുള്ളിൽ. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലുള്ള ഇന്ത്യ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എംബസി എന്താണെന്നുള്ളതിൻ്റെ തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ എംബസിക്കുള്ളിൽ അവർ എന്ത് കാണിക്കുന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പൊതുസമ്മേളനത്തിൽ ജയശങ്കറുമായിട്ടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ടോ മറ്റുള്ള രാജ്യത്തുള്ള അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ മറ്റുള്ള ആരെങ്കിലും വന്ന് പൊതുവേദിയിൽ മറ്റുള്ളവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ സ്ത്രീകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പാടില്ല എന്ന് പറയുന്നെങ്കിൽ മാത്രമേ നമ്മളവിടെ അതിനെ ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് എടുത്ത് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.